ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിചാരിക്കുന്നു. ന്യൂ ഇയർ ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ടായിരിക്കും അല്ലേ? ന്യൂ ഇയർ കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് മറ്റ് വീഡിയോസൊക്കെ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് പെൻഡിങ് വർക്കുകൾ ഇരിക്കുന്ന കാരണം കൊണ്ടാണ് കേട്ടോ, വേറെ ഒന്നും കൊണ്ടല്ല. ഗുഡ് മോർണിംഗ് എന്ന് പറയാനും പറ്റില്ല അല്ലേ? കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നേരം വെളുത്തിട്ടില്ല, എന്നാലും നമ്മൾ ഉണരണം അല്ലേ? ആ ഒരു 5 മിനിറ്റ് ഒന്ന് വൈകിയാൽ എല്ലാ പ്ലാനിങ്ങും ഒറ്റയടിക്ക് തകർന്ന് തരിപ്പണമായി പോവും. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് രാവിലെ എണീക്കുക എന്നുള്ളത് കേട്ടോ. ഈ രാവിലെ എണീക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നിട്ടും എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ വീട്ടിലൊക്കെ ഉള്ളപ്പോൾ ഉണ്ടല്ലോ, എത്ര മണി വരെ വേണമെങ്കിലും ഞാൻ കിടന്നുറങ്ങും രാവിലെ. എനിക്കങ്ങനെ കൃത്യസമയത്ത് എണീക്കുന്ന സ്വഭാവമൊന്നും ഉണ്ടായിരുന്നില്ല. 9 മണിക്കും 10 മണിക്കും 10 മണി മാക്സിമം, അതിനപ്പുറത്തേക്ക് പോയില്ല. അപ്പോൾ 10 മണി വരെയൊക്കെ ചിലപ്പോൾ ഞാൻ കിടന്നുറങ്ങാറുണ്ട്. ചിലപ്പോൾ എന്നല്ല, മിക്കപ്പോഴും കിടന്നുറങ്ങുന്ന ഒരാളായിരുന്നു ഞാൻ കേട്ടോ. അത്രയും രാവിലെ എണീക്കാൻ ബുദ്ധിമുട്ടാണ്. എനിക്ക് അതിരാവിലെ എണീറ്റ് പഠിക്കുന്ന ശീലമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എണീറ്റാലും യൂസ് ഒന്നുമില്ല. പക്ഷെ രാത്രി എത്ര ലേറ്റായിട്ട് കിടന്നാലും എനിക്ക് പ്രശ്നമില്ല കേട്ടോ. ലേറ്റ് നൈറ്റാണ് എനിക്ക് പഠിക്കാനൊക്കെ നല്ല എനർജി കിട്ടുന്ന സമയം കേട്ടോ. അപ്പം ആ സമയത്തൊക്കെ ഞാൻ ലേറ്റ് നൈറ്റ് എത്ര നേരം വേണമെങ്കിൽ ഇരുന്ന് പഠിച്ചോളും, എന്നിട്ടൊക്കെ കിടന്നുറങ്ങും. രാവിലെ പക്ഷെ എണീക്കുക, പഠിക്കുക, ഇരിക്കുക, ആ ഒരു സമയത്തെ കാര്യം പറയുന്നത്. അത്രയും മടിയായിരുന്നു എനിക്ക്. ഞാനാണ് ഇപ്പോൾ പുലർച്ചെ 4 മണിക്ക് എണീറ്റിട്ട് ഈ പ്രഹസനം മുഴുവൻ ചെയ്യുന്നത്. പ്രഹസനമല്ല, എനിക്ക് ഇത് ചെയ്തേ പറ്റുള്ളൂ. എത്ര മടിയുള്ള പെൺകുട്ടികളാണെങ്കിലും ഞാൻ പറയാണ്, ഒരു ഭാര്യയോ അല്ലെങ്കിൽ അമ്മയോ ആയാൽ തീരാവുന്ന മടിയെ നമുക്കൊക്കെ ഉള്ളൂ കേട്ടോ. എങ്ങനെയാണ് ഇതിലേക്ക് എത്തിച്ചേരുന്നത് എന്ന് പോലും എനിക്ക് പറയാനായിട്ട് അറിയില്ല കേട്ടോ. അതൊക്കെ ഓട്ടോമാറ്റിക്കലി വരൂടാ. നമുക്ക് എത്ര മടിയുണ്ടെങ്കിലും ആ ഞാൻ വേണം അതൊക്കെ ചെയ്യാൻ എന്നുള്ളൊരു തോട്ട് നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തലച്ചോറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മളത് പയ്യെ അതിലേക്ക് വന്ന് ചേരും കേട്ടോ. അത്രയ്ക്കുള്ള മടിയൊക്കെ നമുക്കൊക്കെ ഉള്ളൂ. അത് കാരണം കൊണ്ട് ഞാൻ കൂടുതൽ ചലിച്ച സമയം കളയുന്നില്ല. ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീഡിയോയിലിട്ട് കിടക്കാം. അപ്പോൾ ഞാൻ കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വെള്ളത്തിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വേറൊരു വ്ളോഗിൽ പറഞ്ഞുതരാം. ഇപ്പം എനിക്ക് പണിയുണ്ട്, അത് കാരണം കൊണ്ട് നമുക്ക് പണിയിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് സാമ്പാറും മെഴുക്കുവരട്ടിയും മീൻ വറുത്തതും ഒക്കെ ആയിട്ടാണ് ശരത്തന് ഊണ് തയ്യാറാക്കുന്നത്. അപ്പം പിക്കൂന് കേട്ടോ, പിക്കൂന് അങ്ങനെ നോൺ വെജ് കൊടുത്തേക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അവന് നോൺ വെജ് ഒഴിവാക്കും. അപ്പോൾ ഞാൻ സാമ്പാറിലേക്കുള്ള കഷ്ണങ്ങളും പരിപ്പൊക്കെ വേവിച്ച് സാമ്പാർ പൊടിയൊക്കെ ഇട്ട് വേവിച്ച് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി അതൊന്ന് പുളിവെള്ളം ഒഴിച്ച് തിളപ്പിക്കുക, കടി കാച്ചുന്ന പരിപാടി മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്ക് ഏറ്റവും എളുപ്പം അതാണ്. ഞാൻ രാത്രി ഇവിടെ തണുപ്പായതുകൊണ്ടേ പുറത്ത് തന്നെ വെച്ചാലും കേട് വരാറില്ല കേട്ടോ. പിന്നെ ഒറ്റൊരു ദിവസത്തേക്കുള്ള സാമ്പാറേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് അതങ്ങനെ കേട് വരുന്ന പ്രശ്നം വരുന്നില്ല. ഞാൻ സംസാരിച്ച് നിൽക്കുന്നില്ല, ഞാൻ ജോലികൾ ചെയ്യട്ടെ കേട്ടോ. കണക്ക് കൂട്ടലിന്റെ കാര്യം പറഞ്ഞ പോലെ എല്ലാം ഒരു കണക്ക് കൂട്ടലിനെ പുറത്ത് ചെയ്യുന്നതാണ് കേട്ടോ. എല്ലാവരും ചെറിയ പ്ലാനിങ്ങും ഉണ്ടായിരിക്കും നമുക്കൊക്കെ, എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് സമയത്തിന് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ ഇന്ന് എനിക്കിപ്പോൾ കണ്ടോ, ചെറിയൊരു പാളിച്ച പറ്റി. എൻ്റെ വിചാരം ചെറിയുള്ളി എല്ലാം അരിഞ്ഞത് ഇരിപ്പുണ്ട് എന്നാണ്. ഇപ്പം ഞാൻ അരിഞ്ഞതല്ല, ചെറിയുള്ളി നന്നാക്കി ക്ലീൻ ചെയ്ത് വെച്ചത് ഉണ്ടെന്നായിരുന്നു, പക്ഷെ ഇല്ലായിരുന്നു. പക്ഷെ നമുക്ക് സവാള വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് പയർ ഉപ്പേരിയാണ് വെക്കുന്നത് കേട്ടോ. പയർ ഞാൻ അരിഞ്ഞ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് ആ പണി എളുപ്പമായി. ജസ്റ്റ് എടുത്ത് കാച്ചേ വേണ്ടു. അപ്പം ഞാൻ നമ്മുടെ നാട്ടിൽ തൃശ്ശൂർ ചെയ്യുന്ന പോലെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ കൂടിയിട്ട് നന്നായി വഴറ്റിയിട്ട് അതിലേക്ക് ഇടിച്ച മുളകിട്ടിട്ടാണ് കാച്ചാറുള്ളത്. പക്ഷെ ഇന്ന് ചെറിയൊരു പാകപ്പിഴവ് സംഭവിച്ചു പോയി. ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു. ഞാൻ ഒരാഴ്ചത്തേക്കൊക്കെ ഉള്ളത് അങ്ങനെ അരിഞ്ഞ് സ്റ്റോക്ക് ചെയ്യാണ്. അരിഞ്ഞല്ല, എന്താ എൻ്റെ വായിൽ ഈ അരിയണ കാരണം കൊണ്ടാണ് തോന്നുന്നു കേട്ടോ അരിഞ്ഞ് പറയണത്. അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് വെക്കലാണ് പതിവ്. പക്ഷേ എനിക്കിപ്പോൾ അത് ഒരു പണിയായി. ഞാനിനി അതൊക്കെ ചെയ്യാനായിട്ട് വെക്കണം. എന്താണെങ്കിലും ഇപ്പം തൽക്കാലം നമുക്ക് സവോള വഴറ്റി അതിൽ കാര്യം സാധിച്ചിട്ടെടുക്കാം. എന്തെങ്കിലുമൊക്കെ ഓൾട്ടർനേറ്റീവ് ഇല്ലാത്ത
വിഷയങ്ങൾ ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ. ചെറിയുള്ളി ഇല്ലെങ്കിൽ സവോള എടുക്കുന്നു, അത്രേ ഉള്ളൂ. എല്ലാത്തിനും ഒരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ ദൈവം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് കണ്ടുകൊണ്ട് രക്ഷപ്പെട്ടു. പറഞ്ഞു വന്നത് ഞാനിപ്പോൾ എന്താ പറഞ്ഞു വന്നേ, എന്തെങ്കിലും ഒരു ജോലി ചെയ്യണം എൻ്റെ ഇടയിൽ വർത്താനം പറഞ്ഞാൽ ഞാൻ പറയണതും തെറ്റിപ്പോവും, ജോലി ചെയ്യണതും തെറ്റിപ്പോവും. മിണ്ടാണ്ട് നിന്ന് ജോലി ചെയ്യുന്നതാണ് എനിക്ക് ഇഷ്ടം കേട്ടോ. ചിലച്ചോണ്ട് നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷെ നമ്മൾ ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഉണ്ടല്ലോ, വോയിസ് ഓവർ കൊടുക്കണേ കഴിഞ്ഞ് എളുപ്പം സംസാരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ. ഞാനിത് ആ നഗ്ന സത്യം ഞാൻ ഈ ഇടയ്ക്കാണ് മനസ്സിലാക്കി. പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് മൈക്കില്ലാത്ത കാരണം കൊണ്ട് മറ്റുള്ള സൗണ്ടുകൾ മുഴുവൻ നമ്മുടെ വീഡിയോയിലോട്ട് വരും. അതൊരു ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. അത് കാരണം കൊണ്ടാണ് ഞാൻ എപ്പോഴും വോയിസ് ഓവർ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഉപ്പിരി കാച്ചട്ടെ. മീനൊക്കെ ക്ലീൻ ചെയ്ത് മസാലയൊക്കെ പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് എടുത്ത് വറുക്കേ വേണ്ടു. ചെറിയ മീനെ ഷർട്ടയിൽ കൊണ്ടുപോകാൻ പറ്റില്ല, കാരണം പാത്രം വളരെ ചെറുതാണ്. ഒരു ചെറിയ ചമ്മന്തി അരയ്ക്കുന്നുണ്ട്. നമുക്കൊന്ന് ദോശയാണ് കേട്ടോ. സാമ്പാർ വെക്കുന്ന കാരണം കൊണ്ട് അതും പിന്നെ ഈ ഒരു ചമ്മന്തിയും കൂട്ടിയിട്ട് ദോശ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അത് ഞാൻ വിചാരിച്ചു എന്താ പറയുക, ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് നമുക്ക് മസാല ദോശ ഉണ്ടാക്കുന്നത്. പിന്നെ എനിക്ക് തോന്നി വേണ്ട, എത്ര തല രാവിലെ എണീറ്റിട്ട് പെട്ടെന്ന് ആവില്ല ചിലപ്പോൾ. എനിക്ക് 3 അടുപ്പുള്ള ഗ്യാസ് സ്റ്റവ് ആണ് കേട്ടോ. പക്ഷേ ഇപ്പം അതും ഈ പറഞ്ഞ പോലെ തിരക്ക് കാരണം കൊണ്ടേ എനിക്കിപ്പോൾ അതും തികയാത്ത അവസ്ഥയാണ്. ഇപ്പോൾ രാവിലെ ഈ ധൃതി കാരണം കൊണ്ട് കുറച്ചും കൂടി അടുപ്പുകൾ കൂട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതാണെന്ന് തോന്നും. അല്ലാത്ത സമയത്തൊക്കെ ഇത് എന്തിനാ ഇത്ര അധികം അടുപ്പ് എന്നും തോന്നാറുണ്ട് കേട്ടോ. അതിരാവിലെ എണീക്കുന്ന കാരണം കൊണ്ട് ഈ രാവിലത്തെ ഈ ഒരു പെടാപ്പാട് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ ഇനി ഒത്തിരി ഫ്രീ ടൈം കിട്ടും, കുറേ സമയം ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റും. രാവിലെ ഒരു കണക്കിന് നേരത്തെ എണീക്കുന്നതും നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ജോലികളെല്ലാം തീരുകയും ചെയ്യും. നമുക്ക് കുറേ സമയം വേറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഉറങ്ങുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. അഫ്കോഴ്സ് ഞാനും ഉറങ്ങാറുണ്ട് ഇപ്പോൾ. കാരണം എന്താ വെച്ചാൽ ഇത്രയും രാവിലെ എണീക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഉറക്കക്ഷീണം തോന്നും. പിന്നെ രാത്രിയാണ് എനിക്ക് എഡിറ്റ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പം. ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു രാത്രി ജീവിയാണ്. അത് കാരണം കൊണ്ട് എനിക്ക് രാത്രി ഇരുന്ന് എഡിറ്റ് ചെയ്യാനാണ് കുറച്ചും കൂടി എളുപ്പമുള്ളത് കേട്ടോ. അത് മാത്രമല്ല വലിയ സൗണ്ടും ബഹളങ്ങളും ഒന്നും ഉണ്ടാവില്ല. അപ്പം അത് കാരണം കൊണ്ട് എനിക്ക് രാത്രി എഡിറ്റ് ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ അതിരാവിലെ എണീക്കണം കാരണം കൊണ്ട് അതും ചെറിയൊരു പ്രശ്നമാണ്. ഞാൻ കുറച്ച് ഇടിച്ച് മുളപ്പിച്ചിട്ടാണ് ഉപ്പേരി കാച്ചുന്നത്. ഉപ്പേരി കാച്ചുമ്പോൾ എപ്പോഴും നല്ല നാടൻ വെളിച്ചെണ്ണയിൽ ചെയ്തൊരു പ്രത്യേക വാസനയാണല്ലേ. ഞാനപ്പോൾ സവോള വഴറ്റിയതിന് ശേഷം ഇടിച്ച മുളക് മാത്രമാണ് ഇട്ട് കൊടുത്തത്. കറിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വേവിച്ച പയറുപ്പിട്ട് വേവിച്ചതാണ്. അതുകൂടി ചേർത്ത് നല്ലോണം ഒരു 5 മിനിറ്റ് മിക്സ് ചെയ്തെടുത്തപ്പോഴത്തേക്കും നമ്മുടെ പയറുപ്പേരി റെഡി. വളരെ സിമ്പിളാണ്, പക്ഷെ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും വെള്ളമൊക്കെ തിളച്ചു വന്നു. അപ്പോൾ അത് അതെടുത്ത് മാറ്റിയിട്ട് ഞാൻ അവിടെ ദോശക്കല്ല് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉപ്പേരിയൊക്കെ അങ്ങ് അടച്ച് വെച്ചു. അപ്പോഴത്തേക്കും ദോശക്കല്ല് ചൂടായി ഇങ്ങനെ ഷൂന്ന് സൗണ്ട് വന്നു. കണ്ടോ, നല്ല മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2 പാത്രത്തിലാക്കിയിട്ടൊക്കെ വെക്കും കേട്ടോ. കാരണം എന്താ വെച്ചാൽ എല്ലാം ഒരേ പാത്രത്തിലിരുന്നിട്ട് ഇളക്കിയിട്ട് കേടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എടുത്ത പാത്രം ഉണ്ടായിരുന്നു. രാത്രി ഞങ്ങൾ ഇന്നലെ ദോശ കഴിച്ചത്. അപ്പോൾ അതിലേക്ക് തന്നെ ആവശ്യത്തിനുള്ള മാവ് എടുത്തിട്ട് പിന്നെ അതിൽ കലക്കുക ചെയ്യുന്നത് കേട്ടോ. അല്ലാണ്ട് എല്ലാം കൂടി ഒന്നിച്ച് നമ്മൾ കയ്യിലിട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ കേടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ കുട്ടികൾക്കുള്ള ദോശയാണ്
ആദ്യം ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇന്ന് ഒരു ചെമ്പരത്തിയുടെ ഷേപ്പിലാണ് ചെമ്പരത്തി എന്ന് പറയാൻ പറ്റില്ല അല്ലേ, പൂവിൻ്റെ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ പൂവും പൂക്കൊടിയും മൃഗങ്ങളെയും പക്ഷികളെയും 1 2 3 ABCD ഒക്കെ വരച്ച് കുറിച്ച് കൊടുത്താലൊക്കെയാണ് തനുകുട്ടിക്ക് ഇച്ചിരിയെങ്കിലും ഇറങ്ങുള്ളൂ. അപ്പോൾ ചില സമയത്ത് പിക്കുവിന് ഇത് കാണുമ്പോൾ അമ്മ എനിക്കും ഉണ്ടാക്കി തരുമെന്ന് ചോദിക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് ഇന്ന് 2 പേർക്കും പൂവാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ പൂദോശ റെഡി ആയിട്ടുണ്ട്. ഇതിൽ വേണമെങ്കിൽ കുറച്ച് ബീട്രൂട്ടൊക്കെ അരച്ച് ചേർത്ത് നല്ല ചുവപ്പ് കളറായി കിട്ടും. അപ്പോൾ അതും അവർക്ക് അട്രാക്റ്റീവ് ആയിരിക്കും, കഴിക്കാനായിട്ട് ഇഷ്ടമുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ അത് ഉണ്ടാക്കണതിൻ്റെ ഇടയിൽ ഒരു ചമ്മന്തിയുടെ പരിപാടി നോക്കുന്നുണ്ട്. ചെറിയുള്ളിയും മാങ്ങയും ചുവന്ന മുളകും കറിവേപ്പിലയും തേങ്ങയൊക്കെ ഇട്ടിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് അങ്ങ് അരച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ദോശ ദേ തയ്യാറായി കഴിഞ്ഞപ്പോൾ അത് എടുത്ത് മാറ്റി. അങ്ങനെ നേരവും വെളുത്തു, നമ്മുടെ പണികളും കഴിഞ്ഞു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഞാൻ ഇടയിൽ എനിക്ക് ഒരു ചെറിയ അമളി പറ്റിയ ഒരിക്കലും ഞാൻ പറയില്ല. അപ്പോൾ പെട്ടെന്ന് എല്ലാം കൂടിയിട്ട് ചെയ്യേണ്ടി വന്നു. സാമ്പാർ തിളച്ച് തൂവിപ്പോയേനെ എൻ്റെ കൈവിട്ട് കളിയായിരുന്നു. അത് കാരണം കൊണ്ട് ഞാൻ പെട്ടെന്ന് ഇതൊക്കെ തയ്യാറാക്കി. അപ്പോൾ ചോറ്, ചമ്മന്തി, സാമ്പാർ, മീൻ വറുത്തത്, പിന്നെ പയറുപ്പേരി, ഇത്രയാണ് ഐറ്റംസാണ് തയ്യാറായിരിക്കുന്നത് കേട്ടോ. ഞാൻ ചേർത്തേൻ്റെ ലഞ്ച് ബോക്സ് കെട്ടാനായിട്ട് പോവാണ് കേട്ടോ. അതിന് മുന്നേ ഐറ്റംസൊക്കെ ഒന്ന് കാണിച്ചതാണ്. മീൻ കണ്ടോ, ഒരെണ്ണം നൈസായിട്ട് കരിഞ്ഞും പോയി. പറഞ്ഞില്ലേ, ഇടയ്ക്ക് അങ്ങനെ പാല് തിളച്ച് തൂവി പോകാൻ പോയി, ഇങ്ങനെ പലതും സംഭവിക്കും. അത് കാരണം കൊണ്ട് എല്ലാം ഒന്നും വീഡിയോയിൽ കവർ ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ ഇനി ചോറ് പൊതിക്കട്ടോ. ആ ബ്ലൂ പാത്രം പിക്കുവിൻ്റെ ലഞ്ച് ബോക്സാണ് കേട്ടോ. അപ്പോൾ അവന് എന്ത് കറിയാണെങ്കിലും അതിനകത്ത് ഒഴിക്കുന്നതാണ് ഇഷ്ടം. എൻ്റെ അടുത്ത് കുഴച്ച് വയ്ക്കാൻ പറയുന്ന പുരുഷനാണ് അവൻ. അപ്പോൾ അത് ഒഴിവാക്കും ഞാൻ. അത് എനിക്ക് ഇഷ്ടമല്ല, അന്ന് കേട് വരില്ലേ, അത് പറഞ്ഞാൽ കുട്ടിക്ക് മനസ്സിലാവില്ല. അമ്മ കുഴച്ച ചോറിന് ഭയങ്കര രുചിയാണെന്നാണ് അവൻ പറയുന്നത്. അത് പക്ഷേ നമുക്ക് സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ അത് നടക്കണ കേസല്ല. അത് കാരണം കൊണ്ട് ഞാൻ ചോറിൽ തന്നെ സാമ്പാറാണെങ്കിലും കറികളാണെങ്കിലും ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് മേലെ ചോറ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത്രയും പ്രശ്നം വരാറില്ല കേട്ടോ. പിന്നെ സ്നാക്സായിട്ട് ഞാൻ കേക്ക് ഇന്നലെ മേടിച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഞാൻ വെച്ച് കൊടുത്തത് കേട്ടോ. പിന്നെ ചമ്മന്തിയൊക്കെ ചേർത്തേണ്ട മാത്രമേ വെക്കുള്ളൂ, അവന് ഇഷ്ടമല്ല. പയറുപ്പേരി പിക്കുവിനൊരു ചെറിയ പാത്രത്തിലും കൂടി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം റെഡിയായി. ഞാൻ ബാഗ് പാക്കിംഗ് ഒക്കെയിലാണ് കേട്ടോ. അപ്പോൾ തനുകുട്ടിക്ക് ചോറൊന്നും കൊണ്ടുപോകണ്ട കേട്ടോ, അവൾക്ക് സ്നാക്സ് മാത്രമേ വേണ്ടൂ. അപ്പോൾ അവൾക്ക് പറഞ്ഞ പോലെ ഞാൻ ആപ്പിളാണ് അപ്പുറത്ത് ചെത്തി വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ഇതിൽ കാണിക്കാൻ വിട്ടുപോയില്ലേ, ഇടയ്ക്കൊക്കെ ചില കാര്യങ്ങൾ കാണിക്കാൻ വിട്ടുപോകാറുണ്ട്. അപ്പോൾ അങ്ങനെ ലഞ്ച് ബാഗൊക്കെ ഇത് പാക്ക് ചെയ്ത് അവരവരുടെ സ്ഥലങ്ങളിൽ ഞാൻ കൊണ്ടുവച്ച് കൊടുക്കും. ഇതിനൊക്കെ ശേഷമാണ് കുട്ടികളെ വിളിക്കുക. അപ്പോൾ സമയം ഒരു 6:30 6:45 ആവുന്നതേ ഉള്ളൂ കേട്ടോ. 6:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോഴാണ് അവരെ വിളിക്കുന്നത്. അപ്പോൾ അവരെ വിളിക്കാൻ പോകുന്നതിന് മുന്നേ ശരത്തേട്ടന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് പോയത് കേട്ടോ. ശരത്തേട്ടൻ അവിടെ ഇരുന്ന് കഴിക്കുകയല്ലോ, അതിൻ്റെ ഇടയിൽ എനിക്ക് കുട്ടികളെ കാര്യങ്ങൾ നോക്കുകയും ചെയ്യാം. അമ്മ ദോശമാവ് കൊണ്ട് മേക്ക് ചെയ്തു. No, mommy, you should not make that. Okay. കഴിക്കേ. തരുണ് കണ്ടിട്ട് ഇത് ഏത് ഫ്ലവറാന്നാ തോന്നിയേ? ദോശപ്പൂവോ? റോസപ്പൂവോ? ഞാൻ കേട്ടത് ദോശപ്പൂന്നാ. താങ്ക് യു. ദോശമാവ് എടുത്തിട്ട് അമ്മ പൂവ് വരച്ചു, അത്രേ ഉള്ളൂ. അല്ല, ആദ്യം സെന്ററിലൊരു ഇങ്ങനെ സർക്കിൾ വരയ്ക്കും, അത് കഴിഞ്ഞിട്ട് ചുറ്റും സർക്കിൾസ് വരയ്ക്കും, അത്രേ ഉള്ളൂ. കഴിക്കി കഴിക്കി കഴിക്കി. ഇല്ല, കഴിക്കി കഴിക്കി. അപ്പോൾ ഇത് കണ്ടോ, ഇത്രയും ഒരു കൈയോളം, ഒരു കൈ എന്ന് പറയാൻ പറ്റും, ഒരു 5-10 മഞ്ഞ ഇല പറിച്ചിട്ടുണ്ട്. ഇതുപോലെ എല്ലാ ദിവസവും കാണും കേട്ടോ. അപ്പോൾ ഈ എന്താ പറയുക,
പോത്തോസ് അഥവാ നമ്മുടെ മണി പ്ലാന്റിൽ നമ്മൾ മഞ്ഞ ഇലകൾ കാണുകയാണെങ്കിൽ അത് അപ്പപ്പോൾ പറിച്ച് കളയുന്നതാണ് നല്ലത് കേട്ടോ. അല്ലെങ്കിൽ കൂടുതൽ മഞ്ഞപ്പോൾ അതിനൊരു മഞ്ഞ കളറിലേക്ക് വരാനുള്ള ടെൻഡൻസി കൂടുതലാണ്. പഴുത്ത ഇല വീഴുന്നത് കണ്ടിട്ട് പച്ചില ചിരിക്കരുത് എന്ന് പറയില്ലേ, പറഞ്ഞ പോലെ പഴുത്ത ഇലകൾ ഉണ്ടാവും. അതൊരു ചെടിയുടെ നാച്ചുറൽ ആയിട്ടുള്ള ഗ്രോത്തിന് ഇടയ്ക്ക് സംഭവിക്കുന്നതാണ്. പച്ച ഇലകൾ കുറച്ച് കഴിയുമ്പോൾ പഴുത്ത മഞ്ഞ കളറായി കൊഴിഞ്ഞു വീഴും. അതൊക്കെ നാച്ചുറലി സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ചെടി കേടാണ് എന്നൊന്നും അർത്ഥമില്ല കേട്ടോ. പിന്നെ ഈ ഒരു മഞ്ഞുകാലം എന്ന് പറഞ്ഞാൽ കൂടുതലും ഇല പൊഴിച്ചിലൊക്കെ ഇവിടെ എനിക്ക് തോന്നിയിട്ടുള്ളത് കൂടുതലും ഈ മണി പ്ലാന്റ് ഒക്കെ ഇലയൊക്കെ ഒരുപാട് കൊഴിയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇല ഞാൻ കൊണ്ടുകളഞ്ഞിട്ട് വരാം. അങ്ങനെ കുട്ടികളൊക്കെ പോയിട്ടുള്ള ഒരു സമയമാണ്. ഇനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് എൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചെടി പരിപാലനമാണ് ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കുള്ളൂ കേട്ടോ. ഇന്നപ്പോഴേ നമുക്ക് വളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരുപാട് നാളായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു മണി പ്ലാന്റിനൊക്കെ ഒരു ചെറിയൊരു ക്ഷീണമുള്ള സമയമാണ്. ഇതിൻ്റെ പേര് മണി പ്ലാന്റ് എന്നല്ല കേട്ടോ. ഇത് ഗോൾഡൻ പോത്തോസ് അല്ല, ഇത് വേറെ എന്തോ പേരുണ്ട്. ഇതിൻ്റെ പേരെനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഇതിനൊക്കെ വളം ഇട്ട് കൊടുക്കും. NPK 19 ഇട്ട് കൊടുക്കാറുള്ളത്. ഇന്ന് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ ഈ മുട്ടേൻ്റെ ഷെല്ലില്ലേ അത് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാനാണ് പോകുന്നത്. അപ്പോൾ കണ്ടോ, ഞാൻ മുന്നേ അത് കാണിച്ചു തന്നിട്ടുണ്ട്. മുട്ട നമ്മൾ സാധാരണ ഓംലേറ്റ് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്ന മുട്ട, അത് ഞാൻ മുട്ടേൻ്റെ തോട് അത് ഞാൻ കളയില്ല. അതിങ്ങനെ പൊടിച്ച് നമുക്കിങ്ങനെ ആക്കി വെക്കാം കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും. നമ്മൾ മിക്കപ്പോഴും ഡെയിലി മുട്ട കഴിക്കാറുണ്ട്. അപ്പം അത് കാരണം കൊണ്ട് തന്നെ മുട്ടയുടെ ഷെല്ല് ഇവിടെ നന്നായിട്ടുണ്ടാവും. പിന്നെ നമ്മൾ 4 പേരുള്ള കാരണം കൊണ്ട് 6 or 7 മുട്ടയൊക്കെ ഓരോ ടൈം എടുക്കേണ്ടതായിട്ടും വരാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ മുട്ടയുടെ ഷെല്ലിന് ഇവിടെ യാതൊരു പഞ്ഞില്ലാത്ത സ്ഥലമാണ്. അപ്പോൾ ഇതിങ്ങനെ പൊടി തൂവണ പോലെ വരും. അപ്പം ഇത് ഓരോ സ്പൂണ് ഇട്ട് കൊടുക്കാം കേട്ടോ. ചെടിയുടെ വലിപ്പത്തിനനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാൻ. ഈ മഞ്ഞ് തുടങ്ങിയപ്പോഴാണ് കേട്ടോ ഇതില് നിറയെ മീലി ബഗ്സ് വന്നിട്ട് ഇതൊക്കെ കേട് വന്നത്. അപ്പം ഞാൻ അതിനെ സ്പ്രേ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ ഒരു തവണ സ്പ്രേ ചെയ്ത് കൊടുത്താലൊന്നും മീലി ബഗ്സിന് അത്രയും ചേഞ്ചസ് വരുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പിന്നെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള നമുക്ക് അടിച്ചു കൊടുക്കാനും പറ്റില്ല. അപ്പം 2 പ്രശ്നമുണ്ട്. അപ്പം അത് കാരണം കൊണ്ട് ഞാൻ ഓരോ ആഴ്ചയിൽ അതായത് 7 ദിവസം കൂടുമ്പോൾ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് ഇപ്പം കുറച്ചൊന്ന് റിക്കവർ ആയത് കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇത് നോക്കിയിട്ടുമില്ല. അപ്പോൾ വീണ്ടും വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ഈ ഒരു ഭാഗത്തെ ഇലകൾ മുഴുവൻ ഞാൻ പൊടിച്ചു കളഞ്ഞതാണ്. കാരണം അതിൽ മുഴുവൻ ബഗ്സ് ആയിരുന്നു. അങ്ങനെ ഇപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ഒരു സ്കെൽട്ടൻ പോലെ ആയിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ നല്ല രസമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. ഇതാണെങ്കിലും കുറച്ച് നന്നായിട്ട് ഗ്രോ ചെയ്തിട്ടുണ്ട്. ഇവിടെ വേറെ ഉണ്ട്, അതും നന്നായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇത് ഇച്ചിരി ക്ഷീണായിപ്പോയി. ഇതിന് മാത്രമാണ് നല്ലതായിട്ട് പണി കിട്ടിയത്. പ്ലാന്റിലൊന്നും അങ്ങനെ ബഗ്സ് വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഈ ചെടിയുടെ ഗുണം എന്താണെന്നറിയോ, നമുക്ക് ഇതിങ്ങനെ നീളനെ പോണതിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് താഴെ കുത്തി കൊടുത്താൽ ഇത് നല്ല ബുഷായിട്ട് നല്ല എന്താ പറയുക തിങ്ങി നമുക്ക് വളർത്താൻ പറ്റും. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു പരീക്ഷണാർത്ഥം ചെയ്ത് നോക്കിയതാണ്. പക്ഷെ അത് സക്സസ് ആയിരുന്നു കേട്ടോ. അത് കാരണം കൊണ്ട് ഇപ്പം താഴെ ഞാൻ കുത്തി കൊടുത്തത് മുഴുവൻ നന്നായിട്ടുണ്ട്. അപ്പം ഇനി ഇത് മേലേക്ക് പടർന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇത് നല്ല തിക്കായിട്ട് നിൽക്കുന്ന ചെടിയായി മാറും. പിന്നെ ഇത് വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഇതിൽ തന്നെ വേരൊക്കെ നിൽക്കണ കാരണം കൊണ്ട് ഇതുപോലത്തെ ഗ്ലാസ് ബോട്ടിലിൽ വെള്ളം നിറച്ചിട്ട് ഇട്ട് കൊടുത്താൽ ഇത് വേര് തനിയെ വരും കേട്ടോ. ഇത് വേറെ ചെടിയുടെയാണ്. ഞാൻ ഇതുപോലെ എന്താ പറയുക പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പം അങ്ങനെ ഇതൊക്കെ കണ്ടോ, ഇതെല്ലാം ഞാൻ ചെടി പൊട്ടിച്ചിട്ട് കട്ടിങ്സ് എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ച് ഇതിന് വേര് വന്നിരിക്കുന്നതാണ്. ഇതൊക്കെ ഇനി കുഴിച്ചിടാറായിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യണം. ഞാൻ ഈ മഞ്ഞൊന്ന് ഒഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട്, ചിലപ്പോൾ മഞ്ഞുകാലത്ത് കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പിടിച്ചു എന്ന് വരില്ല. അപ്പം അത് കാരണം കൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. പേടി കാരണം കൊണ്ടാണ് ഞാൻ കുഴിച്ചിടാണ്ട് അങ്ങനെ തന്നെ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മുട്ടേൻ്റെ ഷെല്ല് പൊടിച്ചത് നല്ലൊരു ഓർഗാനിക് ആയിട്ടുള്ള വളമാണ്. 15 days കൂടുമ്പോൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒട്ടും നമുക്ക് രാസവളങ്ങൾ ഉപയോഗിക്കാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങൾ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ വീട്ടിൽ തന്നെ കമ്പോസ്റ്റ് ഉണ്ടാക്കാം. ഞാൻ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ട്. അത് ആയി കിട്ടാനായിട്ട് ഒരുപാട് സമയം എടുക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ ബാക്ക് ടു ബാക്ക് പച്ചക്കറിയും സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് തന്നെ ആയി കിട്ടാറുണ്ട് കേട്ടോ. അത് നല്ലതാണ്. ഓർഗാനിക് അല്ലേ, നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതല്ല. അത് കാരണം കൊണ്ട് അത് ആക്ച്വലി നല്ലതാണ്. പക്ഷെ
ഈ പറഞ്ഞ പോലെ നമുക്ക് എന്നും പച്ചക്കറി എടുത്ത് അതിൻ്റെ ഉള്ളിൽ കൊണ്ടിടാനും ഇതിനൊക്കെയുള്ള മടി കാരണം കൊണ്ട് ഒഴിവാക്കി വിട്ടതാണ്. ഞാൻ 2-3 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് കേട്ടോ. അത് നല്ലതാണ്. പിന്നെ ഇങ്ങനെ മാനിക്കം കിട്ടുമ്പോൾ എപ്പോഴും നമുക്കൊരു കാര്യത്തിന് വേറൊരു പരിഹാര മാർഗം ഉണ്ടെന്ന് കാണുമ്പോൾ നമ്മൾ മെനക്കെടുന്ന പണികൾ നമ്മൾ ഒഴിവാക്കും. അത് കാരണം കൊണ്ട് ഞാൻ ഒഴിവാക്കിയതാണ് കേട്ടോ. ഞാൻ വർത്താനം പറഞ്ഞ സമയം കളയുന്നില്ല. ഇവിടെ വേസ്റ്റിൻ്റെ വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് അവർ പാട്ട് ഉറക്ക വയ്ക്കും. ഞാൻ പറയുന്നത് കേൾക്കില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ പെട്ടെന്ന് വളം ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ഫിലോഡെൻഡ്രോൺ എന്ന് പറയുന്ന ചെടി കേട്ടോ. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഏറ്റവും അട്രാക്റ്റീവാണ് ഈ ഒരു ചെടി കേട്ടോ. ഞാൻ കണ്ടത് ഇതിൻ്റെ തണ്ട് ഒടിച്ച് കുത്തിയിട്ടുണ്ടെങ്കിൽ ഷുവറായിട്ടും ഇത് പൊടിച്ച് കിട്ടും. അങ്ങനത്തെ ഒരു ചെടിയാണ്. അപ്പോൾ ഞാൻ കണ്ടത് ഇത് വേറൊരു തണ്ട് ഇതുപോലെ ഒടിച്ച് കുത്തിയതാണ്, അതും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഞാൻ ഈ മുട്ടയുടെ പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ, തോടിൻ്റെ പൊടി. അപ്പോൾ ഇതിൽ പൊട്ട ലീവ്സൊക്കെ വരുമ്പോൾ ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്ത് കളയാറുണ്ട്. പിന്നെ അടിയിൽ നിന്ന് കുത്തി കൊടുക്കുന്നവരും നല്ല ബുഷായിട്ട് വളരുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോരോ ചെടികൾക്കായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ ഈ ഒരു ഗോൾഡൻ കളറിലുള്ള സ്നേക്ക് പ്ലാന്റും എനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ ചെടികളിൽ ഇവിടെ എനിക്കുള്ള മെയിൻ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പൊടി പിടിക്കും, കാണാനായിട്ട് അപ്പോൾ ഭംഗി പോകും കേട്ടോ. അപ്പോൾ ഞാൻ ഇലകളൊക്കെ ചില സമയത്ത് തുടച്ചു കൊടുക്കാറുണ്ട്. എനിക്ക് പ്രാന്താന്നൊക്കെ തോന്നുന്നുണ്ടാവും, എന്നാലും ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ ഇതൊക്കെ ഷെയ്ഡിൽ വെക്കുന്ന പ്ലാന്റ്സ് ആയതുകൊണ്ട് എല്ലാ ദിവസവും നമുക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് വെള്ളം തളിച്ച് അതിനെ എന്താ പറയുക ഫ്രഷ് ആക്കാൻ പറ്റില്ല, മുകളിലത്തെ ചെടികൾ പോലെ. അങ്ങനെ ആകുമ്പോൾ ഇത് വെള്ളം കൂടിയിട്ട് നശിച്ചു പോകും. അതുകൊണ്ട് തുടച്ച് കൊടുക്കുകയാണ് ഏറ്റവും നല്ല മാർഗ്ഗമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ ചെടികൾക്ക് ഓരോന്നിനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ സൈഡിൽ എനിക്ക് നടക്കാനുള്ള ഒരു ഇടയുണ്ട്. അപ്പോൾ അവിടെയും ഞാൻ കുറച്ച് ചെടികളൊക്കെ വച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ആകെയുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ്, എൻ്റെ ഒരു സന്തോഷം എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അത് ഞാൻ ഒരിക്കലും മുടക്കില്ല. എനിക്ക് പറ്റാവുന്ന അത്ര ചെടികൾ ഞാൻ എന്താ പറയുക നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ മേലേക്ക് വന്നു. ഈ പൊടി ഇട്ട് കൊടുക്കാനാണ് ആക്ച്വലി വന്നത്. പക്ഷേ കുറേ പോട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറേ കളകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇച്ചിരി പറിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് വളർന്നത് ഞാനൊന്ന് പറിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ ഇനി ഇതിന് ഞാൻ ഇരിക്കുകയാണെങ്കിൽ വന്ന പണി നടക്കില്ല. അത് കാരണം കൊണ്ട് ഇച്ചിരി പറിച്ച് അവിടെ ഇട്ടിട്ട് ഞാൻ പിന്നെ നമ്മുടെ മുട്ടത്തോടിൻ്റെ പൊടി അങ്ങ് ഇട്ട് കൊടുക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ മണ്ണിളക്കി കൊടുക്കണം ആക്ച്വലി. പക്ഷെ ഇത്രയും കളകളൊക്കെ ഉള്ള സ്ഥിതിക്ക് ഞാൻ വിചാരിച്ചു തൽക്കാലം ഇതിങ്ങനെ ഇട്ട് കൊടുക്കാം. ഒരുപാട് ചെടികൾക്കൊന്നുമില്ല, ചിലത്തിന് മാത്രം അങ്ങനെ വന്നിട്ടുള്ളൂ കേട്ടോ. റോസപ്പൂവൊക്കെ ഒരുപാട് ഉണ്ടാവുന്ന സമയമാണ്. അതൊരു ഭയങ്കര സന്തോഷമാണ്. പിന്നെ കുറേയൊക്കെ ചെടികൾ ഞാൻ പറഞ്ഞില്ലേ ഉണങ്ങിയിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ പൂക്കാലം കഴിഞ്ഞു. ഇനി ഇതൊക്കെ കട്ട് ചെയ്താൽ പുതിയ മുളകൾ വരും, പുതിയ ഇലകൾ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. കുറച്ചൊക്കെ കട്ട് ചെയ്ത് ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ എന്നും ഈ ഒരു നടക്കുന്ന വഴി അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഞാനൊന്ന് അടിച്ചിടും. അല്ലാത്തതൊക്കെ ചെടികൾ നീക്കി വെച്ചിട്ട് അടിക്കുക എന്നുള്ളത് ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ ജോലിക്ക് വരുന്ന കുട്ടിയാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ എന്നും ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അടിക്കണ കാരണം കൊണ്ട് ഒരുപാട് കാണില്ല. എന്നാലും എങ്ങനെ പോയാലും പോട്ട് മാറ്റി വയ്ക്കുമ്പോഴത്തേക്കും ഒരുപാട് ചെടി ഇരിക്കുന്ന ഭാഗത്തു നിന്ന് നല്ലപോലെ ഇലകൾ വീണ് കിടക്കുകയും ഒടിച്ച് കിടക്കുകയും ഞാൻ കട്ട് ചെയ്തതൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ചാക്ക് നിറയുമ്പോൾ നമ്മൾ കൊണ്ടുപോയി കളയാണ് ചെയ്യുന്നത്. ഇവിടെ വേസ്റ്റ് എടുക്കാനൊക്കെ ആൾക്കാർ വരും. ഗാർഡനിൽ ഇനിയിപ്പോൾ റീപോട്ടിങ്ങിനൊക്കെ ടൈം ആയിട്ടുണ്ട്. അതൊരു വലിയ ജോലിയാണ്, അതിന് ചെയ്യണം. ഞാനൊരു 6 മാസം കൂടുമ്പോഴൊക്കെ മിക്ക ചെടികളും റീപോട്ടിങ് ചെയ്ത് നിർത്താറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ എല്ലാം നശിച്ചു പോകും, വളരൂല, കാണാനും വൃത്തി ഉണ്ടാവില്ല, പൂക്കളും ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം അങ്ങനെ ചെയ്യാറുണ്ട്. അതിനൊരു ദിവസം ഇനി ഇറങ്ങണം, അതൊരു വ്ളോഗായിട്ട് ചെയ്യാം അല്ലേ. ചെടികളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു വന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് മുന്നേ ഈ അടുക്കള ഒന്ന് ഒതുക്കി പറക്കി വെക്കും. ഇനി എനിക്കിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. കാൻകുട്ടി വരുമ്പോഴത്തേക്കും ചോറ് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ വല്ല ക്ലീനിങ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യണം. അതിപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ഞാൻ ഉദ്ദേശിച്ച സമയത്തിനുള്ളിൽ ഞാനിപ്പം ചെയ്യുന്നില്ല. അപ്പോൾ ഒരു 9 മണിയുടെ കാര്യങ്ങളാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് കേട്ടോ. സംസാരത്തിനിടയ്ക്ക് ദോശ ഒന്ന് കരിഞ്ഞു, അപ്പം അതിങ്ങനെ എടുക്കട്ടെ. എനിക്കിങ്ങനെ നല്ല വടി പോലെ നിൽക്കുന്ന ദോശ ഇഷ്ടം കേട്ടോ. അങ്ങനെ ദോശ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? വേറെ പ്ലേറ്റ് എടുക്കാനുള്ള മടി കൊണ്ടാണ്. ഇന്ന് എനിക്ക് ചായ കുടിക്കാനായിട്ട് തോന്നുന്നുണ്ട്. എന്നുവെച്ചാൽ നമുക്കിങ്ങനെ എന്തെങ്കിലും വൈകാരികം ക്ഷീണമൊക്കെ തോന്നുമ്പോൾ ഒരു ചായ കുടിക്കാൻ തോന്നില്ലേ? അപ്പം അത് കാരണം കൊണ്ട് ഞാനൊരു ചായ കുടിക്കാൻ കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ചായ വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചായ കാപ്പി ഇങ്ങനത്തെ പരിപാടികളൊന്നും തന്നെ നമ്മുടെ ഡെയിലി റുട്ടീനിൽ ഇല്ലാത്ത കാര്യങ്ങളാണ്. ഇന്നിപ്പോൾ
ഒരു പൂതി തോന്നുമ്പോൾ ഞാനങ്ങ് ചെയ്യും. അപ്പോൾ ഒഴിവാക്കൊന്നുമില്ല. കാരണം ചിലപ്പോൾ ഒരു മാസത്തിൽ 1-2 തവണയൊക്കെയാവും ഞാൻ ചായ ഒക്കെ കുടിക്കണത്. അപ്പം അത് കാരണം കൊണ്ട് അത് ഞാൻ ഒഴിവാക്കില്ല കേട്ടോ. എനിക്ക് തോന്നിയാൽ ഞാൻ കുടിക്കും. പിന്നെ വല്ല ക്ഷീണോ അല്ലെങ്കിൽ പീരീഡ്സിൻ്റെ സമയം ഒക്കെ ആകുമ്പോൾ നമുക്കൊരു ചെറിയ ടയേർഡായിട്ടുള്ള ഒരു ഫീലൊക്കെ വരില്ലേ, അപ്പോൾ ഒരു എനർജി ഡ്രിങ്ക് പോലെ കുടിക്കാനാണ് ചായ ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അല്ലാണ്ട് ചായ പരിപാടിയൊന്നുമില്ല. പിന്നെ ദോശയല്ലേ, ദോശ കഴിക്കുമ്പോൾ ഒരു ചായ കിട്ടിയാൽ നല്ലതല്ലേ, അതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ പയറുപ്പേരി കണ്ടോ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അതാകുമ്പോഴത്തേക്കും കേടും വരില്ല. നമ്മുടെ അടുക്കള നല്ല ഒതുക്കി പറക്കി വെച്ച പോലത്തെ ഒരു ഫീലും വരും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഇത് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒതുക്കി വെക്കാണ്. അടുക്കള ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്നത് കാണാനാണ് എനിക്കിഷ്ടം കേട്ടോ. എൻ്റെ അമ്മ അങ്ങനെയാണ്, ഒതുക്കി പറക്കി ഒക്കെ വെക്കുള്ളൂ. അപ്പം അത് കണ്ട് പഠിച്ചത് കൊണ്ടായിരിക്കാം എനിക്കും അങ്ങനെ ഒരു സാധനം വാരി വലിച്ച് കിടക്കണത് ഇഷ്ടമല്ല. നെയ് കണ്ടു ഇതുവരെ തീർന്നിട്ടില്ല. വീണ്ടും ഉണ്ടാക്കുന്ന സമയമായിട്ടുണ്ട്, പക്ഷെ ഇത് ഇതുവരെ തീർന്നിട്ടുമില്ല. ഇത് തീരാത്തോണ്ടാണ് ഞാൻ ഉണ്ടാക്കാത്തത്. ഇരിക്കട്ടെ. മീൻ വറുത്ത എണ്ണ, മീനൊന്നും വറുത്ത എണ്ണ പിന്നെ ഞാൻ ഉപയോഗിക്കില്ല കേട്ടോ, കളയേ ഉള്ളൂ. അതുപോലത്തെ സാധനങ്ങളൊക്കെ അടുക്കളയിൽ മാറ്റി കഴിഞ്ഞാൽ തന്നെ ഈ ഭാഗം അങ്ങ് ഒതുങ്ങി കിട്ടും കേട്ടോ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ചെയ്യാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ദോശയും ആവുന്നുണ്ട്, പണിയും നടക്കുന്നുണ്ട്, രണ്ടും നടക്കുന്നുണ്ട്. പുതിയ ദോശത്തട്ട് ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല. ഇതങ്ങ് കൊടുക്കാണ്ട് അതെടുക്കാനായിട്ടുള്ള മനസ്സ് എനിക്ക് വരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ്. ചായ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഒരു കട്ടിംഗ് ബോർഡിന്റെ കാര്യം. ഇത് എൻ്റെ ഒരു 7 വർഷമൊക്കെ ആവാറായി ഈ സാധനം എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് കേട്ടോ. പക്ഷെ വേറെ ഉണ്ട്, മരത്തിന്റെ നല്ല അടിപൊളി സാധനം എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. പക്ഷെ എനിക്കത് എടുക്കാൻ തോന്നില്ല. എന്താന്ന് അറിഞ്ഞൂടാ. കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ ഉപയോഗിച്ച് കുറെ കാലം കഴിയുമ്പോഴത്തേക്കും എനിക്ക് അതിനോട് ഒരു അറ്റാച്ച്മെന്റ് വരും. അപ്പൊ അത് കാരണം കൊണ്ട് എനിക്കിതിനെ ഉപേക്ഷിക്കാനായിട്ട് തോന്നുന്നില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ കഴുകി സൂക്ഷിക്കുന്ന സാധനം കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതവിടെ കിടക്കട്ടെ. സാധാരണ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കഴുകിയിട്ടാണ് അവിടേക്ക് മാറ്റി വെക്കണത്. അപ്പൊ ഇന്നിപ്പോ ഞാൻ വെറും സവോള മാത്രമേ അരിഞ്ഞിട്ടുള്ളൂ. വേറെ ഒന്നും ഇതിലേക്ക് പ്രത്യേകിച്ച് അരിഞ്ഞിട്ടില്ല. കാരണം സാമ്പാറിന്റെ കഷ്ണങ്ങളാണെങ്കിലും പയറാണെങ്കിലും, പയറെന്ന് വെച്ചാൽ അച്ചിങ്ങാട്ടോ, അതാണെങ്കിലും തലേ ദിവസം ചെയ്ത് വെച്ച കാരണം കൊണ്ട് ഒക്കെ അരിയിലും പറക്കലൊക്കെ ഇന്നലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് ഞാൻ പിന്നെ ഇന്നിനി ഒരു സവോള മാത്രമേ അരിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ പിന്നെ അത് ഞാൻ തുടച്ചെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ 2 ദോശയും ഞാൻ കഴിക്കുള്ളൂ. അതായിട്ടുണ്ട്. ഇച്ചിരിക്കോളം മാവ് ബാക്കി വന്നു. ഇതിനിപ്പോൾ ഏതെങ്കിലും ചെറിയ പാത്രത്തിലാക്കിയിട്ട് വെക്കാം. ഇതും കൂടി അങ്ങ് കഴുകാൻ വെക്കാം. ഇതൊക്കെ ചൂടാറിയതിന് ശേഷം മാത്രമേ അങ്ങോട്ടേക്ക് വെക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം എന്താ പരിപാടി കഴിഞ്ഞു, അടുക്കള പണി കഴിഞ്ഞു. മണി 9 ആയിട്ടോ, കറക്റ്റ് 9 മണിയാണ്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, എഡിറ്റിങ്ങിന് ഇരിക്കുക. സ്വസ്ഥം ഗൃഹഭരണം എന്ന് പറയുന്ന പോലെ സ്വസ്ഥം അടുക്കള പൂട്ടി. ആ കൂട്ടത്തിലുള്ള വേറൊരു ചടങ്ങാണ് നമ്മുടെ ഈ പാദ്യമ്പുറം തുടച്ചിടുക എന്നുള്ളത്. അപ്പം അതും കൂടി ഒന്ന് ചെയ്ത് വെച്ചാൽ എൻ്റെ ഇന്നത്തെ ജോലികൾ ഇവിടെ അവസാനിക്കും. അടുക്കളയിൽ എന്നും വിചാരിക്കും 2 ചെടി കൊണ്ടുവയ്ക്കണമെന്ന്. ഉണ്ടായിരുന്നതൊക്കെ ഉണങ്ങിപ്പോയി. പിന്നെ ഇങ്ങനെ വെക്കേഷനും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചാലും മാറ്റുന്നില്ലല്ലോ, അതുകൊണ്ടും ചെടികൾ കേടാവും കേട്ടോ. എന്തായാലും 2 ദിവസം കഴിയട്ടെ, എന്നിട്ടാവാം 2 ചെടി എന്തെങ്കിലും ഒന്ന് വെള്ളത്തിലാക്കിയിട്ട് വല്ല ഗ്ലാസ് ബോട്ടിലാക്കിയിട്ട് വെക്കണം. ഗ്യാസ് ഇനി ഫുഡ് കൂടി കഴിച്ചിട്ട് തുടയ്ക്കാം അല്ലേ. ഗ്യാസ് വൃത്തിയിലൊക്കെ തന്നെയാണ് കിടക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ഈ ദോശയൊക്കെ ചുട്ടപ്പോൾ കുറച്ചിങ്ങനെ നെയ്യിൻ്റെ ആ ഒരു അംശമൊക്കെ അവിടെ ഇവിടെയും കിടക്കുന്നുണ്ട്. അതൊന്ന് തുടച്ചെടുക്കുകയാണ് ഞാൻ. അടുക്കള വൃത്തിയിൽ കിടന്നാൽ തന്നെ നമുക്ക് പിന്നെ അങ്ങോട്ട് വരുന്ന അസ്വസ്ഥത തോന്നില്ല കേട്ടോ. വാരി വലിച്ച് കിടക്കുമ്പോഴുണ്ടല്ലോ എനിക്കിങ്ങനെ ഭയങ്കര അസ്വസ്ഥതയാണ്. പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ തോന്നില്ല. വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ നിൽക്കാൻ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. എന്ന് കരുതി എന്താ പറയുക, ഓവറായിട്ട് ക്ലീനും അങ്ങനെയും എനിക്ക് താല്പര്യമില്ല കേട്ടോ. പക്ഷെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒന്ന് വൃത്തിയും എനിക്ക് കിടക്കണം, എനിക്ക് അത്രേ ഉള്ളൂ. കണ്ടോ എൻ്റെ അടുക്കളയും നീറ്റായി. ഈ 2 പാത്രം കൂടി ഇവിടുന്ന് ഒഴിച്ച് ഇവിടെ ഇങ്ങനെ ഒന്നും കാണില്ല, ഒക്കെ ഫ്രീ ആയിട്ട് ഇരിക്കുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ടൈമായി. എല്ലാ ജോലിയും കഴിഞ്ഞു കേട്ടോ.
9 മണിയായിട്ടുള്ളൂ. കറക്റ്റ് എല്ലാ ജോലികളും കഴിഞ്ഞു, ചെടി നനയ്ക്കലും കഴിഞ്ഞു, പരിപാലനവും കഴിഞ്ഞു. ഇനി എനിക്ക് എൻ്റെ കാര്യം മാത്രമേ നോക്കാനുള്ളൂ, അതായത് നമ്മുടെ കാര്യം, നമ്മുടെ എഡിറ്റിങ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇനി ഇരിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് സാമ്പാർ വയ്ക്കാം. സാമ്പാർ നല്ല ഇച്ചിരി കട്ടിയിൽ ഞാനിന്ന് സാമ്പാർ വെച്ചത്. ചിലപ്പോൾ ഇന്നലെ വേവിച്ച് വെച്ചത് കൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇച്ചിരി കട്ടിയിൽ ഇരിപ്പുണ്ട്. വേണമെങ്കിൽ ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കാം. എനിക്ക് അത്രയും ഒരുപാട് ലൂസായിട്ടുള്ള സാമ്പാർ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അടിപൊളി. ഞാൻ നോക്കിയപ്പോഴേ ഒരു ദോശ കൂടി ഉണ്ടാക്കാനുള്ള മാവ് അതിനകത്തുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ അതായിട്ട് വേറെ പാത്രത്തിൽ ഒഴിക്കാനൊന്നും നിൽക്കണ്ട, ഒരു ദോശയും കൂടി അങ്ങനെ ഉണ്ടാക്കി. അത് കാരണം കൊണ്ട് ഇന്ന് 3 ദോശ കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ 2 എണ്ണേ കഴിക്കുള്ളൂ കേട്ടോ. 2 ദോശയാണ് എൻ്റെ ഒരു കണക്ക്. എൻ്റെ ശരത്തൻ്റെ ഒക്കെ 2 ദോശക്കാരുടെ ആൾക്കാരാണ്. മാവ് വെറുതെ പിന്നെ ഇനി അടുത്ത പാത്രത്തിലാക്കി ഇനി ഫ്രിഡ്ജിൽ വെച്ച് അങ്ങനെ ആലോചിച്ചപ്പം ഒരു ദോശയും കൂടി ഉണ്ടാക്കിയാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു ദോശയും കൂടി ഇന്ന് ഉണ്ടാക്കി. ഇന്നപ്പം എല്ലാം കൂടുതലാണ്. ചായ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ദോശ എക്സ്ട്രാ കഴിക്കുന്നുണ്ട്. ഞാൻ പോയി കിടന്ന് ഉറങ്ങാവും, എനിക്ക് എഡിറ്റ് ചെയ്യാൻ കിടക്കാം. ഇത് കാരണം കൊണ്ട് ഇന്നത്തെ വ്ളോഗ് ഇത്ര മതി അല്ലേ. ഇനി ഞാൻ കഴിച്ചിട്ട് സ്വസ്ഥമായിട്ടിരുന്ന് എഡിറ്റ് ചെയ്യട്ടെ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.